ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ SIR നടപടികൾ 95% പൂർത്തീകരിക്കാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച SIR കയാക്കിംഗ് ഫെസ്റ്റ് ആലപ്പുഴ ചുങ്കം ജെട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100% SIR നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ നിയോജക മണ്ഡലങ്ങളിൽ കുട്ടനാട് 1ാം സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ നിയോഗിക്കപ്പെട്ട BLOമാർ, BROമാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ കൂട്ടായ്മയുടെ വിജയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗവും ജില്ലാ സ്വീപ് സെല്ലും ജില്ലാ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബും ടൂറിസം വകുപ്പും സായി വാട്ടർ സ്പോർട്സ് സെന്ററും സംയുക്തമായിട്ടാണ് ചുങ്കം ജെട്ടിയിൽ നിന്ന് പള്ളാത്തുരുത്തി വരെ കയാക്കിംഗ് ബോട്ടുകളുടെ പ്രദർശന തുഴയിൽ സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, ആലപ്പുഴ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം, ലീപ് കേരള എന്നിവ പുറത്തിറക്കിയ തെരഞ്ഞെടുപ്പ് സഹായി ഇലക്ഷൻ ഗൈഡ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ S ബിജുവിന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം, ഹരിതചട്ടം, തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ, വോട്ടർ പട്ടികയുടെ കണക്ക്, 2025 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം തുടങ്ങിയ വിവരങ്ങൾ ഈ ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ ADM ആശാസി ഇബ്രഹാം, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ S ബിജു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം തുറവൂർ BRC ഹർഷം എന്ന പേരിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ മുല്ലക്കൽ ചിറപ്പുത്സവം പ്രമാണിച്ച് ജില്ലാ കോടതി പാലം പുനർനിർമ്മാണം നടക്കുന്നിടത്ത് താൽക്കാലിക നടപ്പാലം ഒരുക്കാൻ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ഈ മാസം 16-നാണ് ചിറപ്പുത്സവം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പായി നടപ്പാലം നിർമ്മിക്കാനാണ് നിർദ്ദേശം. ജില്ലാ കോടതി പാലം പുനർനിർമ്മാണത്തെ തടസ്സപ്പെടുത്താത്ത തരത്തിൽ 3 മാസത്തേക്കായിരിക്കും താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുന്നത്. നടപ്പാലം പണിയുന്നതിന് മുന്നോടിയായി അടുത്ത 3 മാസത്തെ കോടതിപ്പാലം നിർമ്മാണത്തിന്റെ ഷെഡ്യൂൾ നൽകാൻ കേരള റോഡ് ഫണ്ട് ബോർഡിനോട് ആവശ്യപ്പെട്ടു. ഷെഡ്യൂൾ പരിശോധിച്ച ശേഷമായിരിക്കും എവിടെ നടപ്പാലം ഒരുക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നുവെന്ന് അമ്പലപ്പുഴ തഹസിൽദാർ S അൻവർ പറഞ്ഞു. നടപ്പാലത്തിന്റെ നിർമ്മാണം കോടതിപ്പാലത്തിന്റെ ഇപ്പോഴത്തെ പുനർനിർമ്മാണത്തിനുള്ള ചുമതല വഹിക്കുന്ന കരാർ കമ്പനി എതിർത്തു. നിർമ്മാണത്തെ ബാധിക്കുമെന്നും പാലം പൂർത്തിയാക്കാൻ സമയം കൂടുതൽ വേണ്ടിവരുമെന്നായിരുന്നു ഇവരുടെ വാദം. വെള്ളിയാഴ്ച ആലപ്പുഴ കളക്ടറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആര്യാട് ലൂതറൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആലപ്പുഴ ഫാം ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി നടപ്പാക്കുന്നത്. ആര്യാട് കൃഷി ഓഫീസർ സുചിത്ര B ഷേണായി ഉദ്ഘാടനം ചെയ്തു. ഫാം ക്ലബ്ബ് അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രദർശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. SNDP യോഗം നൂറിനാട് പടനിലം നടുവിലെ മുറി 3168 നമ്പർ ശാഖയുടെ ഗുരുക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം നടന്നു. ഇതോടനുബന്ധിച്ച് താഴികക്കുട നവീകരണ ക്രിയകളും ഉന്നത വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചിരുന്നു. പന്തളം യൂണിയൻ സെക്രട്ടറി ഡോക്ടർ AV ആനന്ദരാജ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ രൂപതയുടെ നേതൃത്വത്തിൽ കാർബൺ സന്തുലിത വികസനം കൈവരിക്കുവാനുള്ള പദ്ധതിക്ക് തുടക്കമായി. വിവിധ സർക്കാർ വകുപ്പുകളും രൂപതയുടെ കീഴിലുള്ള ഇടവകകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളികളാവും. 2027ഓടെ രൂപതയിൽ കാർബൺ സന്തുലിത വികസനം കൊണ്ടുവരികയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി വിവിധ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വിഷത്തൈ വിതരണവും അഴീക്കൽ സെന്റ് സേവിയേഴ്സ് ദേവാലയ അങ്കണത്തിൽ ആലപ്പുഴ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ നിർവഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.